പ്രിയപ്പെട്ടവരെ, ഒരു തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുന്ന ആ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 4 വ്യക്തികൾ ചേർന്ന് ആ ഒരു തളർവാദ രോഗിയെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ സമീപത്തേക്ക് ഇറക്കുന്നു. അവരുടെ വിശ്വാസത്തിന്റെ വലിപ്പം കണ്ട് യേശു ആ രോഗിയെ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മാധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കേണ്ട ഒരു സുവിശേഷ ഭാഗമാണ്. നമ്മുടെ ഒരു ഇടപെടലിലൂടെ മറ്റുള്ളവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ വലിപ്പം മൂലം കർത്താവിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. അത് രോഗമായാലും ഏതവസ്ഥയായാലും എന്ത് പ്രശ്നമായാലും കർത്താവിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ സമർപ്പിച്ചാൽ അതിനൊക്കെ പരിഹാരമുണ്ടാകും. ഒരു ഉദാഹരണമായിട്ട്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമുക്കറിയാം +2 വിദ്യാർത്ഥികളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മകൻ വീടിന്റെ മുറിക്കുള്ളിൽ വാതിലടച്ച് പരീക്ഷയ്ക്ക് പോകാതെ ഇരിക്കുകയാണ്. ആരും മുട്ടുവിളിച്ചിട്ട് തുറക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കീഴ്പടിയിലുള്ള സൗമ്യ സിസ്റ്റർ ആ സ്കൂളിൽ അവർക്ക് സിസ്റ്റർ വിളിച്ചിട്ട് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. എന്നിട്ട് അവര് വീട്ടിലേക്ക് പോയി. ആ കുട്ടിയെ കൊണ്ടുവരുവാനായിട്ട് വീട്ടിലേക്ക് പോയി. അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല അവൻ മുറി തുറക്കുമെന്നോ പരീക്ഷ എഴുതാൻ വരുമോ എന്ന്. പക്ഷെ പ്രാർത്ഥന പലരോടും ആവശ്യപ്പെട്ടു. അധ്യാപകരും സിസ്റ്ററുമൊക്കെ ആ വീട്ടിൽ ചെന്നു. ആ മകനെ മുട്ടി വിളിച്ചു. അവൻ ഇറങ്ങി വന്നു, സ്കൂളിൽ വന്നു, പരീക്ഷ എഴുതി. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ മനസ്സ് തളർന്ന് പോകുന്ന പലരുമുണ്ട്. ചിലപ്പോൾ കടബാധ്യതയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റബോധമാകാം. എന്തുതന്നെയായാലും ഇതുപോലെ മനസ്സും ശരീരവുമൊക്കെ തളർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ മുറിക്കുള്ളിൽ ഇതുപോലെയൊക്കെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ, അവരെയൊക്കെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ സാധിച്ചാൽ, അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവിന് ഇടപെടുവാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മളിവിടെ ഇരുന്നുണ്ട് ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഈ കുട്ടിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നതിലല്ല മഹിമ അടങ്ങിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഈ ഒരു ചിന്തയോടുകൂടി നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ഇവരെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കർത്താവ് പരിഹാരം കണ്ടെത്തി തരും. ഇന്ന് വളരെ പ്രത്യേകമായ വിധത്തിൽ